ഹായ് ഹലോ ഗുഡ് മോർണിംഗ്. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്ന് രാവിലെ തന്നെ ഇവിടെ നല്ല മഴയാണ് കേട്ടോ. രാവിലെ എന്നല്ല, വൈകുന്നേരവും ഇപ്പോൾ ഇവിടെ നല്ല മഴയാണ്. ശരിക്കും മഴക്കാലം പോലെ തന്നെയാണ് കേട്ടോ. അപ്പോൾ രാവിലെ നല്ല ചാറ്റൽ മഴയൊക്കെ കണ്ടുകൊണ്ട് ഫുഡ് കഴിക്കാനായിട്ട് ഞാൻ പുറത്തേക്ക് വന്നിട്ടോ. പുട്ടും പയറും ആയിരുന്നു ഇന്ന് കഴിക്കാനായിട്ട്. അങ്ങനെ മഴയൊക്കെ കണ്ട് ആസ്വദിച്ചിരുന്നാണ് കേട്ടോ ഇന്ന് ഫുഡ് കഴിച്ചത്. അങ്ങനെ പുറത്ത് വന്നിരുന്നൊന്നും കഴിക്കാറില്ല, പക്ഷേ ഇന്ന് മഴ പെയ്യണത് കണ്ടപ്പോൾ എനിക്ക് ഇവിടെ വന്നിരുന്ന് കഴിക്കാനായിട്ട് തോന്നി കേട്ടോ. അങ്ങനെ ഞാനിവിടെ വന്നിരുന്ന് ഫുഡൊക്കെ കഴിച്ച് പുറത്തേക്കുള്ള കാഴ്ചകളൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് കഴിച്ചിട്ടാണ് കേട്ടോ ഇന്ന് പോയത്. അതിനുശേഷം എനിക്ക് കുറച്ചധികം പണികളുണ്ടായിരുന്നു കേട്ടോ. കാരണം മഴയായതുകൊണ്ട് തന്നെ തുണി ഉണങ്ങി കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. ഷെഡിലിട്ടിട്ടാണ് കേട്ടോ ഉണക്കണത്. അതുകൊണ്ട് രാത്രി തന്നെ ഞാനൊരു ട്രിപ്പ് അലക്കാനായിട്ട് വാഷിംഗ് മെഷീനിലിടും. അത് രാവിലെ തന്നെ വിരിച്ചിടുകയാണ് കേട്ടോ ചെയ്യണത്. അതിനുശേഷം വീണ്ടും ഒന്നുകൂടി ഇടാനുണ്ടാവും. അങ്ങനെ അതുകൂടി അലക്കിയെടുക്കണം കേട്ടോ. ആദ്യം തന്നെ നമുക്ക് അഴയിലുള്ള തുണികളൊക്കെ എടുത്തതിന് ശേഷം അലക്കി വെച്ചിരിക്കുന്നതൊന്ന് വിരിച്ചിടാം. അതിനുശേഷം നമുക്ക് ഇനിയും വാഷിംഗ് മെഷീനിൽ ഇടാനുണ്ട് കേട്ടോ തുണികൾ. അങ്ങനെ ഞാൻ തുണികളൊക്കെ എടുക്കുവാണ് കേട്ടോ. നമുക്ക് ഷെഡിലാവുമ്പോഴും ഉണങ്ങി കിട്ടും, പക്ഷേ പുറത്തിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് മഴ പെയ്യണത് കൊണ്ട് തന്നെ നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ മഴ നനഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഉണക്കിയെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇവിടെ രാവിലെയും രാത്രിയും ഒക്കെ നല്ല മഴയാണ് കേട്ടോ. നിങ്ങളുടെ അവിടെ മഴയുണ്ടോ എന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ ഞാൻ വാഷിംഗ് മെഷീനിൽ തുണി ഇടുവാണ് കേട്ടോ. ഇത് ഒരു ട്രിപ്പ് കൂടി അലക്കിയിടാനുണ്ട്. ഇപ്പോൾ വെക്കേഷൻ ആണെങ്കിൽ പോലും മദ്രസയൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ പുറത്ത് പോകുന്നതും വീട്ടിലിടുന്നതൊക്കെ ആയിട്ട് ഒരുപാട് അലക്കാനുണ്ടാവും കേട്ടോ. കുട്ടികളുടെ ഡ്രസ്സാണ് കൂടുതലായിട്ട് അലക്കാനുള്ളത്. അങ്ങനെ അലക്കാനൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ ഞാൻ അരി അടപ്പത്തിടാനായിട്ടാണ് കേട്ടോ പോയത്. അതിൻ്റെ കൂടെ തന്നെ കുട്ടികൾക്കുള്ള മുട്ട കൂടി വേവിക്കാനായിട്ട് വെച്ചു. ഇനി നമുക്ക് കറിക്കുള്ള മുരിങ്ങയില പറിക്കാനായിട്ട് പോകാം കേട്ടോ. അങ്ങനെ പറിക്കാനായിട്ട് പോയപ്പോൾ പുറത്ത് പപ്പ കൊണ്ടുവന്ന് വെച്ചിട്ടുള്ള പൈനാപ്പിളാണ് കേട്ടോ. അതുപോലെ തന്നെ മഴ നനഞ്ഞ് നിൽക്കുന്ന പീസ് ലില്ലിയൊക്കെ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ. അങ്ങനെ മുരിങ്ങയിലയൊക്കെ പറിച്ചെടുക്കുകയാണ്. കാരണം ഉച്ചയ്ക്ക് ഇന്ന് പരിപ്പും മുരിങ്ങയിലയും താളിക്കാമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത്. ഞാൻ എവിടെ പോയാലും എൻ്റെ കൂട്ടിന് ഒരാളുണ്ടാവും കേട്ടോ. നമ്മുടെ വീട്ടിലെ വൈറ്റിയാണിത്. അവൾ നമ്മുടെ കൂട്ടത്തിൽ എപ്പോഴും ഉണ്ടാവും കേട്ടോ. നമ്മൾ എവിടെയാണോ പോണേ അവിടെയൊക്കെ അവളുണ്ടാവും. അങ്ങനെ എൻ്റെ കൂടെ വരണതാണ് കേട്ടോ.